നമ്മളിന്ന് ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിന് മസാല നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഒരു ഫിഷ് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പ്രോൺസ് ആണ്. അപ്പം അത് വേവിക്കാനായിട്ട് നമ്മൾ കുക്കറിൽ ഇട്ടിരിക്കുകയാണ്. കുക്കറിന് വിസിലൊക്കെ വന്നു, 3-4 വിസിലൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതെടുക്കാം. നമ്മുടെ കുക്കർ തുറന്നു. നമ്മുടെ നേക്കഡ് പ്രോൺ ഫിഷ് ഇതാ ഇങ്ങനെ വെന്ത് ഉലർന്ന് കിടക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കുക്കറിൽ അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് അത് മിക്സ് ആയിട്ടുണ്ടാവും. നമ്മളിതാ നമ്മുടെ ചെമ്മീൻ റോസ്റ്റിലേക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 തക്കാളി, 2 പച്ചമുളക്, 2 ചെറിയ ഉള്ളി, ഇഞ്ചി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചെറിയ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെള്ളമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും ഇട്ടിട്ട് വഴറ്റി അതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇടുന്നതായിരിക്കും. നമ്മളിവിടെ കുക്കറിൽ അടിച്ചെടുത്ത ചെമ്മീൻ അതിൽ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും. അതൊരു സ്പെഷ്യൽ ഫിഷ് പ്രോൺ കറിയാണ്. ഓക്കെ, നമ്മുടെ സബോളയും പച്ചമുളകൊക്കെ ഇട്ട് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം ബ്രൗണിഷ് കളറാകുമ്പോഴാണ് നമ്മൾ ഇനി മസാലയും പ്രോൺസൊക്കെ ഇടാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ ഫിഷ് പ്രോൺ റോസ്റ്റിലേക്കുള്ള മസാലക്കൂട്ടാണ് ഇതെല്ലാം. നല്ല രസമല്ലേ? ഇനി ഇത് ഇട്ടിട്ടാണ് നമ്മൾ ആ നേക്കഡ് ബോഡിയിൽ ഇട്ട് പരട്ടാൻ പോണത്. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇപ്പോൾ ട്രെൻഡിങ് ആയതുകൊണ്ട് പിന്നെ എല്ലാവർക്കും അറിയണ കാര്യം. പല വീട്ടിലിപ്പോൾ മഞ്ഞൾപ്പൊടി കിട്ടാനില്ല. ഓക്കെ, നമ്മളിതാ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ ആ ബ്രൗണിഷ് ആയിട്ടുള്ള സവോളയിലേക്ക് എല്ലാ മസാലക്കൂട്ടുകളും ഇട്ടിട്ട് 2-3 തവണ നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇടുന്നു. നമ്മുടെ തക്കാളി കുറച്ച് രൂപത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചുമന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ചുമച്ച് ഉപ്പാട് അളവ് ഇങ്ങനെ പോവാണെങ്കിൽ ഓക്കെ, അതിലേക്ക് പ്രോൺസ് നമ്മൾ ഇടുന്നു. ഓക്കെ, 10-15 മിനിറ്റിൽ നമ്മുടെ റോസ്റ്റ് റെഡിയാവും. പത്ത് 15 മിനിറ്റിൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയാവും. അങ്ങനെ പതുക്കെ നമ്മൾ അടി കൊടുത്താൽ അടി പിടിക്കില്ല. അതുകൊണ്ട് നമ്മൾ ചൂട് കുറച്ച് വെക്കണം. അപ്പോൾ ഗ്യാസിലാണ് വയ്ക്കുന്നതെങ്കിൽ അത് ചെറിയ ചൂടിൽ വെച്ചാൽ മാത്രമേ ശരിക്കും റെഡിയാവുള്ളൂ. അങ്ങനെ നമ്മുടെ പ്രോൺ റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. നല്ല നാടൻ ചെമ്മീൻ റോസ്റ്റ്. ഓക്കെ, ബാക്കി കഴിച്ചിട്ട് പറയാട്ടോ. അങ്ങനെ നമ്മുടെ പ്രോൺ റോസ്റ്റ് അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. നല്ല ആവിയൊക്കെ പോയി റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നാടൻ പ്രോൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ആവിയൊക്കെ പോയിട്ട് നല്ല ചൂട്ടോടെ കഴിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.